എറണാകുളം DCC ആസ്ഥാനത്തിന് പിന്നാലെ കളമശ്ശേരി HMD ജംഗ്ഷന് സമീപവും VD സതീശനെതിരെ ഫ്ലെക്സ് ബോർഡ്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്നാണ് ഫ്ലെക്സ് ബോർഡിൽ. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഏതൊക്കെ വിലക്കുണ്ടായാലും സങ്കല്പ ലോകത്ത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. വലിയ തരത്തിലാണ് VD സതീശൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയൊക്കെ അനുകൂലികൾ ഫ്ലെക്സ് ബോർഡിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പരസ്പരം ചേരിതിരിഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് കളമശ്ശേരിയിലെ ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്ന കാര്യങ്ങൾ? സിജു, ആ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സാങ്കല്പികമായ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടുള്ള ആ ചേരി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും ആ വേർതിരിവുകൾ, ഫ്ലെക്സ് ബോർഡ്, ഫ്ലെക്സ് യുദ്ധങ്ങൾ, പോസ്റ്റർ യുദ്ധങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടൽ ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ട ഫ്ലെക്സ് ബോർഡുകൾ. ഒന്ന് എറണാകുളത്തെ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് ആ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. 2 ഫ്ലെക്സ് ബോർഡുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സമാന രീതിയിൽ തന്നെ കുറച്ച് സമയത്തിന് ശേഷമാണ് കളമശ്ശേരിയിൽ HMD ജംഗ്ഷൻ സമീപം ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് DCC ആസ്ഥാനത്തിന് മുന്നിലുള്ള ഫ്ലെക്സ് ബോർഡ് രാവിലെ ഇതുവഴി നടക്കാനിറങ്ങിയവരാണ് കണ്ടത്. സതീശൻ്റെ മുഖ്യമന്ത്രി മോഹം നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് പോസ്റ്റർ. ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ PR വർക്കിൻ്റെ ബലത്തിൽ താറടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള VD സതീശൻ്റെ ആ വ്യാമോഹം നടക്കില്ല എന്നാണ് ഒരു പോസ്റ്ററിൽ പറയുന്നത്. മറ്റൊന്നിൽ പറയുന്നത് സതീശൻ്റെ PR പണി നിർത്തിക്കോളൂ, ഒപ്പം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മറ്റൊരു പോസ്റ്റർ. ഇതിൽ തന്നെ ഒരു സംശയമുള്ളത്, ഒന്ന്, രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന വിഭാഗം VD സതീശനോട് എതിർപ്പുള്ളവർ അവരുടെ പ്രതിഷേധം ഈ പോസ്റ്ററിലൂടെ കാണിച്ചതായിരിക്കണം എന്ന് കരുതാം. പക്ഷേ മറ്റൊരു സംശയം ബാക്കിയുള്ളത്, KC വേണുഗോപാലിന് വഴിയൊരുക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 ഫ്ലെക്സ് ബോർഡുകളിൽ രണ്ടാമത്തേതിലെ വാചകങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ്. മുഖ്യമന്ത്രി PR വർക്ക്, സതീശൻ്റെ PR പണി നിർത്തൂ, മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യം അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ്. അവിടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നൊരു വാചകം വരുമ്പോൾ തന്നെ നമുക്കത് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഹൈക്കമാൻഡിൻ്റെ തീരുമാനമെങ്കിൽ അത് KC വേണുഗോപാൽ അനുകൂലമായ രീതിയിലാകും. അത് KC വേണുഗോപാലിന് സാധിക്കുകയും ചെയ്യും. കാരണം ഇവിടെ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ഏറ്റുമുട്ടലാണ് എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു 2 ചേരിയാണ് ഇവർ തമ്മിലുള്ള ഭയങ്കര തർക്കം രൂക്ഷമാണെന്ന് വരുമ്പോൾ ഒരു സമവായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒരാളെ നിർദ്ദേശിക്കുന്നു, അത് KC വേണുഗോപാലാകുമ്പോൾ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് വേണ്ടി ഉള്ള ഒരു വർക്കാണോ ഇതൊന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും ഈ ചേരിതിരിവുകളും ഒക്കെ ഫ്ലക്സ് യുദ്ധങ്ങളായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫ്ലക്സ് ബോർഡ് ആലുവയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ സതീശന് എതിരായുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഇന്നിപ്പോൾ എറണാകുളത്ത് നിന്ന് കളമശ്ശേരിയിൽ VD സതീശന് എതിരായിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്.